ഈ ഫിലിം എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പഴയ ഫിലിമാണ്. ഇപ്പോൾ മാരേജ് കഴിക്കാൻ പോകുന്നവരും ഈ കാണാത്തവരുണ്ടെങ്കിൽ മാരേജ് കഴിക്കാൻ പോകുന്നവരും മാരേജ് കഴിഞ്ഞവരും അത് 30-ന് ശേഷം 30-ന് ശേഷം ഏജ് കഴിഞ്ഞവരും 38-40ൻ്റെ ഉള്ളിൽ വരുന്നവർ എന്തായാലും ഇത് കാണേണ്ടതാണ്. എന്താ വെച്ചാൽ ഇതിട്ട് ഏകദേശം ഒന്ന് മനസ്സിലാക്കിയത് 38-40ൻ്റെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ ഏകദേശം എല്ലാവരും 30 ഏകദേശം ഒരു 38-40ൻ്റെ ഉള്ളിൽ ഒരു എന്തായാലും ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റുള്ള ഒരു ടൈമാണത്. എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവാം. അപ്പം ഇതിൽ കാണിക്കുന്നത് ജോലി ഉണ്ടായിട്ട് തന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് റെസ്പെക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ജോലി ഇല്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കാം? ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് എന്താ വെച്ചാൽ ഒരു മീഡിയം ലെവലുള്ള ഫാമിലി ഉണ്ടാവുമല്ലോ പെൺകുട്ടികളുടെ, അവർക്കായിരിക്കാം. അവർക്ക് ജോലി ഇല്ലാതെ ആൾക്കാരാണെങ്കിൽ എന്തായിരിക്കാം അവർ പെൺകുട്ടീൻ്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര ഇതുണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവാത്ത ഫാമിലീസ് ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ എക്കണോമിക്കലി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവുമല്ലോ. ഇന്നത്തെ കാലത്ത് എത്രയോ പെൺകുട്ടികൾ 1 വർഷം 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ തെറ്റിപ്പിരിയുന്നവരും ഡൈവേഴ്സ് കേസുകളൊക്കെ ഒരുപാടാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും അവർക്ക് അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തൊരു അവസ്ഥയാണെന്ന് വെച്ചാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്കും എക്കണോമിക്കലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാരേജിന് മുന്നേ തന്നെ ഒരു ജോലി ഉണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞ് നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ലൈഫിൽ സപ്പോർട്ടിങ് ആയിരിക്കും. സാലറി സേവ് ചെയ്ത് വെക്കുന്നതും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടിങ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ജോലിക്ക് പോകുമ്പം നമുക്ക് ജോലിക്ക് പോയി ആ പരിചയം ഉണ്ടാവുമല്ലോ. ആ പരിചയത്തിൻ്റെ നമ്മൾ കുറേ കോണ്ടാക്റ്റിൽ കുറേ ആൾക്കാരെ ഇടപഴകുന്നു, നമ്മൾ പുറത്ത് പോകുന്നു, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോൾ അതിനൊരു ധൈര്യം കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ ഹസ്ബൻഡായിട്ട് എന്ത് പ്രശ്നമായിട്ടുണ്ടെങ്കിലും നമുക്ക് പിന്നീട് നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്ക് നേരിടാനും ജീവിക്കാനും ഒക്കെ ഒരു ധൈര്യം തരും. അത് കാരണം കൊണ്ട് ജോലി മസ്റ്റ്, ജോലി മുഖ്യം ബിഗില്. വിജയൻ്റെ ഡയലോഗിൽ പറയുകയാണെങ്കിൽ ജോലി മുഖ്യം ബിഗില്. അവരുടെ ജോലി കയറി ഇടപെടും. അനൗൺസ്മെന്റ് ശരിയായില്ലെങ്കിൽ അത് പറയും. ന്യൂസ് റീഡിംഗിലെ